ധനുഷ്കോടി യാത്രയുടെ മൂന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം. മധുര, രാമേശ്വരം, ധനുഷ്കോടി, തൂത്തുക്കുടി എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച യാത്രാ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട് തെങ്കാശിയിൽ നിന്നും തിരികെ കേരളത്തിലേക്ക് മടങ്ങുന്നത് നിബിഡമായ അച്ചൻകോവിൽ വനത്തിനുള്ളിലൂടെയാണ്. ഈ വനയാത്രയുടെ പ്രധാന ആകർഷണങ്ങൾ കുംഭാവരുട്ടി വെള്ളച്ചാട്ടം, അച്ചൻകോവിൽ ആറ്, അച്ചൻകോവിൽ ശാസ്താക്ഷേത്രം എന്നിവയാണ്. അങ്ങനെ തമിഴ്നാട് അതിർത്തിയിലുള്ള മേക്കര ചെക്ക് പോസ്റ്റ് കടന്ന് പശ്ചിമഘട്ട മലനിരകളെ ലക്ഷ്യമാക്കി മുന്നോട്ട്. പ്രകൃതിയെ തൊട്ടറിഞ്ഞ് വന്യമൃഗങ്ങൾ വാഴുന്ന ഒരു ഘോരവനത്തിലൂടെയുള്ള ഈ യാത്ര ഒരേ സമയം രസകരവും അപകടമണക്കുന്നതുമാണ്. ഏത് നിമിഷവും ആനക്കൂട്ടത്തിന് മുന്നിൽ പെട്ടേക്കാവുന്നതിനാൽ പലയിടത്തായി മുന്നറിയിപ്പുകൾ കാണാം. കാടിൻ്റെ പരിധിയിൽ കയറിയപ്പോൾ ഇതുപോലെ ചെറിയ കാവുള്ളതായി ഞങ്ങൾ ശ്രദ്ധിച്ചു. അച്ചൻകോവിൽ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള കോട്ടവാസൽ ചെക്ക് പോസ്റ്റ് കടന്ന് നാം കയറുന്നത് കേരള അതിർത്തിയിലേക്കാണ്. വന്യതയുടെ നിറം മാറി തുടങ്ങുന്നു. കൂട്ടത്തിൽ മുന്നറിയിപ്പ് ബോർഡുകളുടെ എണ്ണവും. ആനകളെ സൂക്ഷിക്കുക, ഹോൺ മുഴക്കരുത്, പ്രകോപിപ്പിക്കരുത്, ആനകളുടെ സഞ്ചാരപഥത്തിൽ തടസ്സം സൃഷ്ടിക്കരുത് എന്നൊക്കെ എഴുതിയ ഇത്തരം മുന്നറിയിപ്പ് ബോർഡുകൾ അവഗണിക്കാതെ വേണം ഓരോ വളവിലും തിരിവിലും മുന്നോട്ട് നീങ്ങാൻ. കാടിൻ്റെ ശീതളിമ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ലോങ് ഡ്രൈവിങ്ങിൻ്റെ ക്ഷീണമൊക്കെ ഇല്ലാതായി. ഇതുപോലെ കൊച്ചു കാട്ടരുവികളുടെ കാഴ്ചകളും ഇടയ്ക്കിടയ്ക്ക് കാണാം. കോന്നി ഫോറസ്റ്റിനുള്ളിൽ അച്ചൻകോവിലാറിൻ്റെ ഭാഗമായി വരുന്ന കുംഭാവരുട്ടി വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശന കവാടമാണിത്. നീന്തി കുളിക്കാനൊക്കെ സൗകര്യമുള്ള ഇവിടം ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഇക്കോ ടൂറിസം സെൻ്ററാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കാൻ മൺസൂൺ സീസണിൽ സന്ദർശിക്കുന്നതാണ് അഭികാമ്യം. യാത്രയ്ക്കിടെ അപ്രതീക്ഷിതമായ ഒരു മനോഹര കാഴ്ചയായി മയിലുകളെ നമുക്ക് മുന്നിൽ കണ്ടപ്പോൾ കുറച്ചു നേരം അവരെ നോക്കി നിന്നുപോയി. ഇര തേടി ഇറങ്ങിയ ഒരു ആൺമയിലും പെൺമയിലും ആഗ്രഹിച്ചതുപോലെ തീറ്റയും കൊത്തിപ്പറിച്ച് ആരണ്യത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഈ കാഴ്ചകൾ പക്ഷേ ഇവിടെ സാധാരണമാണത്രേ. ആനകളെയും മാനുകളെയും കാട്ടുപോത്തുകളെയും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. കൊല്ലം പത്തനാപുരം താലൂക്കിലെ ഒരു ഗ്രാമമായ അച്ചൻകോവിലിലെ കാടിന് നടുവിലായാണ് പ്രശസ്ത ധർമ്മശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നായ അച്ചൻകോവിൽ ശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി പരശുരാമൻ സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രമെന്നാണ് ഐതിഹ്യം. എന്നാൽ മലയാളികളെക്കാൾ തമിഴ്നാട്ടിലുള്ള ഭക്തന്മാരെയാണ് ആരണ്യശാസ്താ ക്ഷേത്രങ്ങളിലൊന്നായ ഒരു തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ ഇവിടേക്ക് കൂടുതൽ ആകർഷിച്ചു വരുന്നത്. ധനു 1 മുതൽ 10 വരെ നടക്കുന്ന മണ്ഡലപൂജ എന്ന ഉത്സവവും മകരത്തിലെ രേവതി പൂജ എന്ന പ്രതിഷ്ഠാ ദിനവുമാണ് ഇവിടുത്തെ മുഖ്യ ഉത്സവങ്ങൾ. മണ്ഡലപൂജയിൽ തേരോട്ടവും രേവതി പൂജയിൽ പുഷ്പാഭിഷേകവും പ്രധാന ചടങ്ങുകളാണ്. 3-ാം ഉത്സവം ദിവസം മുതൽ ചെറിയ തേരിൻ്റെ ആകൃതിയിൽ നിർമ്മിച്ച ഒരു വാഹനത്തിൽ ആടയാഭരണങ്ങൾ അണിഞ്ഞ് വാളും പരിചയവും കൈലേന്തിയുള്ള ശാസ്താവിൻ്റെ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള എഴുന്നള്ളത്ത് നടക്കുന്നു. ഇതിന് മണികണ്ഠമുത്തയ്യ സ്വാമിയുടെ എഴുന്നള്ളത്ത് എന്നാണ് പറഞ്ഞു വരുന്നത്. 9-ാം ഉത്സവത്തിന് ചക്രങ്ങൾ ഘടിപ്പിച്ച വലിയ രഥത്തിലാണ് എഴുന്നള്ളത്ത്. ദക്ഷിണേന്ത്യയിലെ മറ്റൊരു ക്ഷേത്രത്തിലും ഇവിടുത്തെ രേവതി പൂജയിൽ എന്ന പോലെ ഇത്രയധികം പുഷ്പങ്ങൾ അഭിഷേകത്തിന് ഉപയോഗിക്കാറില്ലെന്ന് പറയപ്പെടുന്നു. പത്തനാപുരം അലിമുക്കിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് വനത്തിലൂടെ പാതയുണ്ട്. തമിഴ്നാട്ടിലെ തെങ്കാശി വഴിയും ഈ ക്ഷേത്രത്തിലെത്താം. ഘോര വനത്തിനുള്ളിലൂടെയാണ് ഇപ്പോൾ നീങ്ങുന്നതെന്ന തിരിച്ചറിവ് അല്പം ആശങ്ക ജനിപ്പിച്ചെങ്കിലും എല്ലാവരും സധൈര്യം ശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു. പകൽ നേരത്തും ചുരുക്കം വാഹനങ്ങളെ കടന്നു പോകുന്നുണ്ടായിരുന്നുള്ളൂ. അതിലൊന്നായിരുന്നു അച്ചൻകോവിൽ ക്ഷേത്രം വരെ ട്രിപ്പ് പോകുന്ന ഈ KSRTC സർവീസ്.
ചെറിയ തോടുകളും പാലങ്ങളും പലയിടത്തായി ക്രോസ് ചെയ്തു വരുന്ന യാത്രയിൽ ചിലയിടത്തായി തകർന്ന റോഡുകളും കാണാം. അവിടെ സ്ലോ ചെയ്തെങ്കിലും ഈ ഇല്ലിക്കൂട്ടങ്ങൾക്ക് മുന്നിലെ ആനപ്പിണ്ടം ശ്രദ്ധയിൽപ്പെട്ടതിനാൽ പന്തിയല്ലെന്ന് കണ്ട് മുന്നോട്ട് കുതിച്ചു. ഉടനെ ഒരു ഫോറസ്റ്റ് ജീപ്പ് കടന്നു പോകുന്ന കണ്ടപ്പോൾ ഒരു ആശ്വാസം തോന്നി. ഇവിടെ എത്തിയപ്പോൾ ഒരു സൈഡ് ആന ചവിട്ടി മെതിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടു. കാര്യമായ ആനച്ചൂരും അനുഭവപ്പെട്ടപ്പോൾ ഉറപ്പായി അത് ആനകളുടെ സ്ഥിരം സഞ്ചാരമാർഗമാണെന്ന്. പിന്നങ്ങോട്ട് വഴിയിൽ പലയിടത്തായി ആനപ്പിണ്ടം കണ്ടപ്പോൾ വളരെ കരുതലോടെയാണ് വണ്ടി ഓടിച്ചത്. ഓടി ഓടി അച്ചൻകോവിലാറിൻ്റെ പശ്ചാത്തലത്തിലെ കാടിൻ്റെ ദൃശ്യഭംഗി ആസ്വദിക്കാൻ കുറച്ചു നേരം നിന്നെങ്കിലും വെള്ളം കുടിക്കാൻ മൃഗങ്ങളെ ഒന്നും കാണാത്തതിനാൽ മുന്നോട്ട് നീങ്ങി. കോന്നി അച്ചൻകോവിൽ വനപാതയിലെ ഒരു ആദിവാസി ക്ഷേത്രമാണിത്. പുറകിൽ അച്ചൻകോവിലാർ ഒഴുകുന്നു. ഇവിടെ നിന്ന് കുറച്ചു മാറിയാണ് ചെമ്പനരുവി വെള്ളച്ചാട്ടം. നിർഭാഗ്യവശാൽ കുറേ ദൂരം പിന്നിട്ടപ്പോഴാണ് ശരിക്കും പെട്ടുപോയത്. ഗൂഗിൾ മാപ്പ് ചതിച്ചു, വഴിതെറ്റി. പക്ഷേ എളുപ്പവഴിയായി കാണിച്ചു തന്നത് ഒരു അത്യുഗ്രൻ ഓഫ് റോഡായിരുന്നു. അത്യാവശ്യം ആൾപെരുമാറ്റമുള്ള ഒരിടത്തിലൂടെയാണ് കടന്നു പോയതെങ്കിലും അറ്റം ചെല്ലുന്തോറും വഴിയുടെ സ്വഭാവം മാറാൻ തുടങ്ങി. കയറ്റവും ഇറക്കവുമൊക്കെയായുള്ള ഈ വഴിയുടെ ഒരു വശം വന്യമൃഗങ്ങൾ കയറാതിരിക്കാൻ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിരിക്കുന്നു. ശരിക്കും ഒരു ഉൾക്കാട്ടിൽപ്പെട്ട അവസ്ഥ. ഇവിടെ എത്തിയപ്പോൾ ഒരു വഴി പോലും കാണാൻ കഴിയാതെ ഒരു കൊടുങ്കാട്ടിൽ വട്ടം തിരിയുന്ന അവസ്ഥയായി. വഴി തപ്പിയ ശേഷം മുന്നോട്ടെടുത്തപ്പോൾ ഒരു മ്ലാവിനെയും കാട്ടുപോത്തിനെയും തൊട്ടടുത്ത് കണ്ടെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യവും ആയിപ്പോയി. അതുമാത്രമല്ല, വഴിതെറ്റി ചുറ്റിക്കറങ്ങിയ ഇവിടെ ഉടനീളം ആനപ്പിണ്ടവും ആനച്ചൂരും മണക്കുന്നുമുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ആനക്കൂട്ടത്തിൻ്റെ മുന്നിൽപ്പെടാതെ ഉൾക്കാട് കടന്ന് ഒരു ഇടറോഡ് കയറിപ്പറ്റി. വീണ്ടും കുറച്ചു ദൂരം പോയി എല്ലാവരും ഒന്ന് നിർത്തി കോന്നി അച്ചൻകോവിൽ പ്രധാന റോഡ് ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തി. അവിടെ നിന്ന് ഒരുവിധം കോന്നി ടൗണിലേക്ക് ബന്ധപ്പെടുത്തുന്ന പ്രധാന പാതയിലേക്ക് കയറിയപ്പോൾ സമാധാനമായി. കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് പങ്കുവച്ചുകൊണ്ട് ജീവിതത്തിലെ ചില അപ്രതീക്ഷിത അനുഭവങ്ങളായി കണ്ട് ഞങ്ങൾ കോന്നി ടൗണിലേക്ക് അടുത്തു. ഇനിയും ഇതുപോലെ രസകരമായ യാത്രകൾ ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും.